ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ട് വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ബീറ്റ്റൂട്ട് വെച്ച് തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ബീറ്റ്റൂട്ട് നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട്, അതായത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് വേവിക്കാം. മൂടിയൊക്കെ അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം തേങ്ങ, ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി മല്ലിപ്പൊടി പിന്നീടുള്ളൂ. തേങ്ങ വറക്കാണ്, ചീനച്ചട്ടിയിൽ വെച്ച് തേങ്ങ വറക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കാനും ജീരകമൊന്നും ചേർക്കാനില്ല. നമ്മൾ വെറുതെ തേങ്ങ അടിച്ച് വെക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇളകി കൊടുക്കുക. മുളക് പൊടി മല്ലിപ്പൊടി ഇടാത്തതിൻ്റെ കാരണം കുട്ടികൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇടാണ് കേട്ടോ. പാകത്തിലുള്ള, ഞാൻ കറികൾ വയ്ക്കുമ്പോൾ എരിവ് ഉണ്ടാവാറില്ല. എരിവ് ഉണ്ടാവും, കുറവായിരിക്കും. കുട്ടികൾക്കൊക്കെ കൂട്ടാൻ പാകത്തിനായിരിക്കും. എന്നാലും ഞാൻ എരിവില്ലാത്തത് മാറ്റി വയ്ക്കും. അവരങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ UKGയിലും ഒരാൾക്ക് 2.25 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ആരുടെയും വായിൽ കൊതിയൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. കറി ഫൈനൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കറി ബീറ്റ്റൂട്ട് കൊണ്ട് തേങ്ങ വറുത്തരച്ച കറി ഇങ്ങനെയാണ്. ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടു. അപ്പോൾ മുതിരയും കായും കൂടി പേര് വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് കറി എന്ന് ഞാൻ പറയും. വേറെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അമരപ്പയർ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ സീ യു.